പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രം ആ പ്ലാന്റേഷൻ മാനേജറായ ജോബി ശരിക്കും അങ്ങ് പഞ്ഞിക്കിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ്. ഈ സമയം വേദ അവിടെ വിക്രമിനെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രമിനെ കണ്ട ഉടനെ തന്നെ വേദ ചോദിക്കുന്നുണ്ട്, അല്ല വിക്രം, ഇതെങ്ങോട്ടേക്കാണ് പോയത് എന്ന്. ഞാൻ ആ ജോബിയെ കാണാനൊന്ന് പോയതാണെന്ന് വിക്രം മറുപടി പറഞ്ഞു. അയാളെയോ? അയാളെ കണ്ടിട്ടിപ്പോൾ എന്താ കാര്യമെന്ന് വേദ അത്ഭുതത്തോടു കൂടെ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അയാൾക്ക് കൊടുക്കാനുള്ള കൂലിയൊക്കെ കൊടുക്കേണ്ടേന്ന്. എൻ്റെ പെണ്ണിനോട് അനാവശ്യമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അത് കണ്ടും കേട്ടും മിണ്ടാതിരിക്കണോ? ഇത് കേട്ടപ്പോൾ വേദക്കാകെ പേടിയായി. വിക്രം അയാൾ തല്ലുവോ മറ്റോ ചെയ്തോ എന്ന്, അതിൻ്റെ പേരിൽ എന്തെങ്കിലും കേസും കൂട്ടവും വരുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവൾ ആകെ പേടിച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷേ വിക്രം അവളെ സമാധാനിപ്പിക്കുകയാണ്. ഒരു കേസും ഉണ്ടാവാനൊന്നും പോകുന്നില്ല, അയാളെ നന്നായിട്ടങ്ങ് വിരട്ടിയിട്ടുണ്ട് എന്നും ഇനി എന്തായാലും അവൻ നിന്റെ അടുത്തേക്ക് വരാൻ പോകുന്നില്ല എന്നും വിക്രം ഉറപ്പിച്ചു പറഞ്ഞു. ചോദിക്കാനും പറയാനൊക്കെ ഇവിടെ ആളുണ്ടെന്ന് അയാളൊന്നറിയട്ടെ, അല്ലെങ്കിൽ തന്നെ അയാൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. വേദയും അത് ശരിവെച്ചു. അയാളുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം വിക്രം. കാരണം ഈ പാവപ്പെട്ട തൊഴിലാളികൾ രാപ്പകൽ അധ്വാനിച്ചിട്ടും അവർക്ക് അർഹതപ്പെട്ട കൂലി പകുതി പോലും അയാൾ കൊടുക്കുന്നില്ല. അവരെ കൊണ്ട് ഓരോ പേപ്പറുകളിൽ ഒപ്പിടിയിപ്പിക്കുന്നുണ്ട്. എന്നെ കൊണ്ടും ഒപ്പിടിയിച്ചു. അതിൽ എഴുതിയിരിക്കുന്ന തുകയും അവർക്ക് കിട്ടുന്ന പൈസയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരെയും അറിയിക്കണമെന്നും പറയാണ് വേദ. അന്നേരം വിക്രം ചോദിച്ചു, നമുക്കൊരു കാര്യം ചെയ്താലോ? നീ അച്ഛനോട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്ക്. ഞാൻ എന്തായാലും മേരി ചേച്ചിയോട് പറയാൻ തീരുമാനിച്ചതായെന്ന് വേദ പറഞ്ഞപ്പോൾ വിക്രം പറയുന്നത്, ഒരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കാം. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. പിന്നീട് വിക്രം പള്ളിയിലേക്ക് പോവാണ്. എല്ലാ ദിവസവും പോകുന്നത് പോലെ അനിയൻകുട്ടനെയും കൂട്ടിക്കൊണ്ടായിരിക്കും പോകുന്നത്. അനിയൻകുട്ടനെ അച്ഛൻ്റെ അടുത്തേക്ക് ഇരുത്തിയതിനു ശേഷം വിക്രം പണിയെടുക്കാൻ വേണ്ടിയിട്ട് പറമ്പിലേക്ക് ഇറങ്ങി. അന്നും പതിവ് പോലെ തന്നെ അച്ഛൻ വിക്രമിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് വിക്രമിനെന്തോ തന്നോട് പറയാനുണ്ടെന്ന് അച്ഛന് മനസ്സിലായത്. എന്താ വിക്രം, എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചു. അത് പിന്നെ അച്ചോ, എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് വിക്രം പറഞ്ഞു. എന്ത് കാര്യമാണെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ തേയിലത്തോട്ടത്തിലെ കാര്യമാണെന്ന് വിക്രം മറുപടി നൽകി. തേയിലത്തോട്ടത്തിലെ എന്ത് കാര്യമാണെന്ന് അച്ഛൻ വീണ്ടും ചോദിച്ചപ്പോൾ വേദ തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിക്രം അച്ഛനോട് വിശദമായി തന്നെ പറഞ്ഞു. ആ പ്ലാന്റേഷൻ മാനേജർ ജോബി തൊഴിലാളികളെ പറ്റിക്കുകയാണെന്നും അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു തുക രേഖകളിൽ എഴുതി അയാൾ മുക്കുകയാണെന്നും വിക്രം പറഞ്ഞു. ഇത് സത്യമാണോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ വിക്രം പറഞ്ഞു, അതേ അച്ചോ, വേദ പറഞ്ഞതാണ്. അവളൊരു വക്കീലല്ലേ, അവൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ആ പാവപ്പെട്ടവരെ ഇനി ഇങ്ങനെ വഞ്ചിക്കാൻ പാടില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അച്ഛനോട് ഇത് പറയാൻ വന്നത് എന്നും ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്നും വിക്രം അപേക്ഷിച്ചു. അച്ഛൻ പറഞ്ഞു, ശരി, ഞാൻ നോക്കാം എന്താ ചെയ്യേണ്ടത് എന്ന്. ഇത്രയും കാലമായിട്ട് ഇതൊക്കെ മൂടി വെച്ചിരിക്കുകയായിരുന്നല്ലേ? കർത്താവാണ് നിങ്ങളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് വിക്രം. നിങ്ങൾ വന്നതുകൊണ്ടല്ലേ ഇത്രയും കാലം തൊഴിലാളികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആ വഞ്ചകന്റെ മുഖംമൂടി അഴിഞ്ഞു വീണത് എന്ന് അച്ഛൻ പറഞ്ഞു. പിന്നീട് അച്ഛൻ വിക്രമിന് ഒരു മുന്നറിയിപ്പ് നൽകി. സൂക്ഷിക്കണം വിക്രം, ചിലപ്പോൾ അവൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലുമൊക്കെ കാണും. അത് അപകടമാണ്. വേദയോട് ശ്രദ്ധിക്കാൻ പറയണം. അവൻ ചിലപ്പോൾ വൈരാഗ്യം തോന്നും. അപ്പോൾ വിക്രം ആകെ ദേഷ്യത്തിൽ പറഞ്ഞു, ഇനി അവൻ വൈരാഗ്യം വെച്ചിട്ട് ഒന്നും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല അച്ചോ. എൻ്റെ പെണ്ണിൻ്റെ നേർക്ക് അവൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വിക്രം വെറുതെ അടങ്ങിയിരിക്കില്ല. ഞാൻ ഇന്നുവരെ ഒരു കൊലപാതകവും ചെയ്തിട്ടില്ല. പക്ഷേ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും അച്ഛൻ അങ്ങ് തടഞ്ഞു. വിക്രം, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ക്ഷമയാണ് നമുക്ക് വേണ്ടത്. കാത്തിരിക്കൂ, അതിനുള്ള ഫലം കർത്താവ് തരും. ഇതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊള്ളാമെന്ന് അച്ഛൻ അവനക്ക് വാക്കുകൊടുത്തു. ഇതേ സമയം വേദ ജോലിക്ക് ചെല്ലുന്നുണ്ട്. പനിയൊക്കെ കുറഞ്ഞോ എന്ന് മേരി ചേച്ചിയും മറ്റു കൂട്ടുകാരികളൊക്കെ തിരക്കി. പനിയൊക്കെ മാറിയെന്ന് വേദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ജോബി മാനേജറാണെങ്കിൽ വേദയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ വല്ലാത്ത പേടിയിലായിരുന്നു. ഇവളെ ഇനി നോക്കിയിട്ട് വെറുതെ അടി വേടിക്കണ്ട എന്ന് അയാൾ കരുതി. ആ സമയത്തന്നെ മേരി വേദയോട് പറഞ്ഞു, അല്ല വേദ, ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ എന്ന്. എന്ത് കാര്യങ്ങളാണ് എന്ന് വേദ ചോദിച്ചപ്പോൾ വിക്രമിനെ കുറിച്ച് അറിഞ്ഞ ചില കാര്യങ്ങളൊക്കെ മേരി ചേച്ചി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വേദ തിരിച്ചു ചോദിച്ചു, അല്ല മേരി ചേച്ചി, ഇത് മാത്രമേ അറിഞ്ഞുള്ളൂ എന്ന്? ഇതിനേക്കാൾ വലിയ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ചേച്ചി അതൊന്നും അറിഞ്ഞില്ലേ? ബാക്കിയുള്ളവരൊക്കെ കേൾക്കാതിരിക്കാൻ വേണ്ടി ശബ്ദം താഴ്ത്തിക്കൊണ്ട് തന്നെ വേദ ചോദിച്ചു, ചേച്ചിക്കൊക്കെ ഇവിടെ എത്ര രൂപയാണ് കൂലി കിട്ടുന്നത് എന്ന്. അവർ ആ തുക പറഞ്ഞപ്പോൾ വേദ പറയുന്നുണ്ട്, ജോബി മാനേജർ നിങ്ങളെ പറ്റിക്കുകയാണെന്ന്. രേഖകളിൽ ഇതിനേക്കാൾ വലിയ തുകയാണ് അയാൾ എഴുതിയെടുക്കുന്നത്. പക്ഷേ അതിൻ്റെ പകുതി പോലും നിങ്ങൾക്ക് തരുന്നില്ല. ഇത് സത്യമാണോ എന്ന് മേരി അമ്പരന്ന് ചോദിച്ചപ്പോൾ, കഴിഞ്ഞ ദിവസം താൻ ഒപ്പിട്ടപ്പോഴാണ് എനിക്ക് ഇത് മനസ്സിലായത് എന്ന് വേദ പറഞ്ഞു. ദൈവമേ, അപ്പോൾ ഇത്രയും കാലം അയാൾ ഞങ്ങളെ പറ്റിക്കുമായിരുന്നോ എന്ന് പറഞ്ഞ് മേരിക്ക് ആകെ ദേഷ്യം വന്നു. ഇപ്പോൾ തന്നെ പോയിട്ട് ചോദിക്കണമെന്ന് പറഞ്ഞ് മേരി പറഞ്ഞുവെങ്കിലും വേദ അത് തടഞ്ഞു. എടുത്തു ചാടിയിട്ടൊന്നും ചെയ്യരുത്. ബാക്കിയുള്ളവരോടും കൂടി സംസാരിച്ചിട്ട് വേണം ഇതിലെന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ. എന്തായാലും നമുക്ക് കിട്ടേണ്ട ആനുകൂല്യം നമ്മൾ നേടിയെടുക്കും. ഞാൻ ഇവിടെ നിന്നും പോകുന്നതിന് മുൻപേ തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കിയിട്ടേ പോകത്തുള്ളൂ എന്ന് വേദം മേരി ചേച്ചിക്ക് ഉറപ്പു നൽകി.
ഇതേ സമയത്തിന് ശ്രീനിവാസന്റെ അടുത്തേക്ക് സുധ വരുന്നുണ്ട്. ഇലക്ഷനിൽ തോറ്റതിന്റെ സങ്കടത്തിലിരിക്കുമായിരുന്നു ശ്രീനിവാസൻ. വിക്രം വരുണിനെ കൊലപ്പെടുത്തിയെന്ന് പ്രശ്നം വന്നതുകൊണ്ടാണ് ശ്രീയേട്ടൻ തോറ്റുപോയത് എന്നും അല്ലെങ്കിൽ ഉറപ്പായിട്ടും ജയിച്ചേനെയെന്നും സുധ പറഞ്ഞു. ആ സമയത്തിന് രാജേട്ടനും ജോസഫും അങ്ങോട്ടേക്ക് വന്നു. ശ്രീനിവാസൻ തോറ്റുപോയത് അവർക്കൊക്കെ വലിയ വിഷമമായിരുന്നു. സാരമില്ല ശ്രീനി സാറേ, അടുത്ത തവണ നമുക്ക് ഈ മണ്ഡലം പിടിച്ചെടുക്കാം, ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞു. വിക്രം കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, ആ വരുണിൻ്റെ കൊലപാതകം അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അത് ചെയ്തവർ ആരായാലും അവനെ എൻ്റെ കയ്യിൽ കിട്ടണം. ഒരു പക്ഷേ അവൻ കാരണമാണ് ഞാൻ തോറ്റുപോയത്. വാസവൻ ജയിച്ചതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്ക് കിട്ടേണ്ട വോട്ടുകൾ മറിഞ്ഞതിന് കാരണം ആ കൊലപാതകമാണ്. ഞാൻ മനഃപൂർവ്വം വിക്രത്തെ വിട്ട് ചെയ്യിപ്പിച്ചതാണെന്ന പുളിക്കരെ കൊണ്ട് പറയിപ്പിച്ചത്. ആരായാലും അവരെ ഞാൻ വെറുതെ വിടില്ല, അവർക്ക് ഞാൻ പണി കൊടുക്കും. അന്നേരം സുധ ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ആ അനിയൻകുട്ടനും വിക്രവും വേദയൊക്കെ എവിടെയാണെന്ന് കണ്ടെത്താൻ നോക്ക്, അവൻ എല്ലാ സത്യാവസ്ഥകളൊക്കെ അറിയുമായിരിക്കും. ശ്രീനിവാസൻ പറയുന്നത് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഈ സമയം തന്നെ വാസവൻ ജയിച്ചുവെങ്കിലും അയാൾക്ക് അതിലും ഒരു സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. മകന്റെ വേർപാടിൽ നീറുകയായിരുന്നു വാസവൻ. തൻ്റെ മകനെ കൊന്നവനാരായാലും അവനെ ഞാൻ ഇല്ലാതാക്കുമെന്ന് വാസവൻ അനുയായികളോട് പറഞ്ഞു. തനിക്ക് അധിക നാളൊന്നും ഈ കസേരയിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ജോണി അത്ഭുതപ്പെട്ടു. ജോണി, വരുണിൻ്റെ കൊലപാതകത്തിൽ ആർക്കൊക്കെ പങ്കുണ്ടോ അവരൊക്കെ ഞാൻ ഓരോരുത്തരെയായിട്ട് തീർക്കും. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് വാസവൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജോണി ആകെ ഞെട്ടിപ്പോയി. കാരണം വരുണിനെ കൊല്ലാൻ വഴിയൊരുക്കിയതും ലൊക്കേഷൻ മാപ്പ് കൊടുത്തതൊക്കെ ജോണിയാണല്ലോ. തൻ്റെ കാര്യത്തിൽ ഇതോടുകൂടെ തന്നെ ഏകദേശം തീരുമാനമായി എന്ന് ജോണിക്ക് ഉറപ്പായി. വാസവന് ഒട്ടും തന്നെ സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ജോണി ശ്രദ്ധിച്ചു. പേടിയോടുകൂടെ തന്നെ ജോണി പിന്നീട് ശ്രീകാന്തിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. വാസവൻ രണ്ടും കൽപ്പിച്ചുകൊണ്ടാണ് സൂക്ഷിക്കണമെന്ന് ജോണി ഒരു താക്കീത് പോലെ നൽകി. പക്ഷേ ശ്രീകാന്ത് പറയുന്നുണ്ട്, ജോണി നീ പേടിക്കൊന്നും വേണ്ട, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, എല്ലാ കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജോണി എങ്ങനെ ആശ്വസിപ്പിക്കുന്ന ശ്രീകാന്തിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.